നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യമാരോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവരെ നമ്മുടെ കൂടെ ജീവിക്കൂലല്ലോ. ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നമ്മളും അവരും ഒന്നിച്ച് ജീവിക്കണത്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം എങ്ങനെയാണ് എന്നതിനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ ഇഷ്ടം. അതാണ് ഒന്നാമത്തെ കാര്യം. നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ സ്നേഹം. ഈ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ പ്രത്യേകത, നിഷ്കളങ്കമായി നമ്മൾ നമ്മുടെ ഭാര്യ ഭർത്താവിനെ, മാതാപിതാക്കൾ മക്കളെ ഒക്കെ സ്നേഹിക്കുകയാണെങ്കിൽ, ലോകത്തെ ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം അയാളുടെ മുന്നിൽ മാത്രമാണോ പ്രകടമാകുക? ഒരിക്കലുമല്ല. അയാളില്ലാത്ത സമയത്തും ആ സ്നേഹം ഉണ്ടാകും. നമ്മൾ വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ മുന്നിൽ കാണുമ്പോൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക? ആ സ്നേഹം പ്രകടിപ്പിക്കുക. മറിച്ച് അയാൾ നമ്മളെ കേൾക്കാത്തപ്പോഴും, അയാൾ നമ്മളെ കാണാത്തപ്പോഴും, അയാൾ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴും ഒക്കെ ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമായ ഒരു സ്നേഹം നമുക്കും നമ്മുടെ ഇണക്കും ഇടയിലുണ്ടെങ്കിൽ, നമുക്കും മക്കൾക്കും ഇടയിലുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുന്നിൽ മാത്രമുള്ള സ്നേഹപ്രകടനമല്ലല്ലോ ഉണ്ടാകുക. സ്നേഹം നിഷ്കളങ്കമാകണം. സ്നേഹം നിഷ്കളങ്കമാകാനുള്ള മാർഗം എന്താണ്? എങ്ങനെ നമുക്ക് നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പറ്റും? ഏത് സ്നേഹത്തെയാണ് നിഷ്കളങ്ക സ്നേഹമെന്ന് നമുക്ക് പറയാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ദാമ്പത്യത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും പറഞ്ഞ ഹദീസല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ആരിലാണോ ആ മൂന്ന് കാര്യമുള്ളത്, വജദ ഹലാവത്തൽ ഈമാൻ, അവന് ഈമാനിന്റെ മാധുര്യം കിട്ടും. അപ്പോൾ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിബാഹുമാ. അല്ലാഹും റസൂലും അവരല്ലാത്ത മറ്റെന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം. അപ്പോൾ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനോടും റസൂലിനോടുമാകണം. ഈമാനിന്റെ മധുരം കിട്ടാൻ മൂന്ന് കാര്യം. അതിലൊന്ന് പറഞ്ഞത്, ലോകത്ത് അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിനെയും റസൂലിനെയും ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞത്, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണർത്താൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, അവൻ ഒരാളെ സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവൻ അയാളെ സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ, പടച്ചവന് വേണ്ടിയല്ലാതെ അവൻ ഒരാളെയും സ്നേഹിക്കുന്നു. അവൻ ആര് സ്നേഹിക്കണമെങ്കിലും ആ സ്നേഹം എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മൂന്നാമത് പറഞ്ഞത്, അവൻ വെറുക്കുന്നു, കുഫറിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതിനെ അവൻ വെറുക്കുന്നു. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അവൻ എത്ര കണ്ട് വെറുപ്പോടുകൂടിയാണോ കാണുന്നത്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തിട്ട് ആ ഹിദായത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിനെ അവൻ വെറുക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ? വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവൻ ഒരാളെ സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മൾ ലോകത്ത് ആര് സ്നേഹിക്കുന്നതും ആർക്ക് വേണ്ടിയാകണം? പടച്ചോന് വേണ്ടിയാകണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സ്നേഹമെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്നേഹം നിഷ്കളങ്കമാവും. അള്ളാഹ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാല് ആലോചിക്കുകയാണെങ്കിൽ 10 കൊല്ലം ആ ഭർത്താവ് അവളുടെ കൂടെ അല്ലെങ്കിലും അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, അവളുടെ സ്നേഹത്തിൽ കുറവുണ്ടാവില്ല. കാരണം എന്താ? അവൾ സ്നേഹിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നതെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടാകുമ്പോഴും ഭാര്യയോടൊപ്പമാകുമ്പോഴും മാത്രമല്ല നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക. എല്ലാ സമയത്തും നമ്മളിൽ അവളോടുള്ള സ്നേഹം ഉണ്ടാവും. ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സദാസമയവും സ്നേഹിച്ചാൽ, മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും മുഴുവൻ സമയവും സ്നേഹിച്ചാൽ, അത് തന്നെയല്ലേ കൺകുളിർമ ലഭിക്കാനുള്ള വഴി? ആ സ്നേഹത്തിൽ തന്നെയല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാകുക? അപ്പൊ നമ്മൾ സദാ സ്നേഹിക്കണം. സദാ സ്നേഹിക്കണമെങ്കിൽ സ്നേഹം നിഷ്കളങ്കമാകണം. സ്നേഹം നിഷ്കളങ്കമാകണമെങ്കിൽ ആ സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇന്ന് നമ്മൾ കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ,
ഇപ്പൊ നമ്മൾ എങ്ങോട്ടേലും പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ കൂട്ടുകാരെ നമ്മളിങ്ങനെ വിളിക്കണ്ട, ഒരു അങ്ങാടിയിൽ കാത്തിക്കണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷെ ഭാര്യനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇറങ്ങാൻ. അപ്പോൾ ഓള് ഇറങ്ങാൻ സമയത്ത് ഓളോട് ഇങ്ങനെ പൊന്നാരൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും, ചിലപ്പോ ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എത്തിയ ഉടനെ നമ്മളെന്താ പറയാ, ചങ്ങായി അവിടെ നിന്ന് ഇറങ്ങി കിട്ടാനുള്ള ഇടങ്ങേറ്, അതുകൊണ്ടാ 10 മിനിറ്റ് വൈകിയത് അറിയും. അപ്പൊ ശരിക്കും ഇവിടെ നമ്മുടെ 2 മുഖാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഭാര്യന്റെ മുന്നിൽ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറിയിട്ട് ഭാര്യന്റെ അടുത്ത് നിന്ന് ഇറങ്ങി കൂട്ടുകാരെ മുന്നിൽ എത്തിയപ്പോൾ നമ്മൾ ഭാര്യയെ കുറിച്ച് പറഞ്ഞ എന്താ, ചങ്ങായി ഓളടുത്തൊന്ന് കഴിച്ചിലായി പോരണമെങ്കിൽ ഒരു ഇടങ്ങേറ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ച സ്നേഹം എന്തല്ല, നിഷ്കളങ്കമായ സ്നേഹമല്ല. നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഓളെ മുന്നിൽ നിന്ന് മാത്രമാണോ പടച്ചോൻ നമ്മളെ സ്നേഹത്തെ കണ്ടത്? അല്ലല്ലോ. കൂട്ടുകാരെ മുന്നിലെത്തുമ്പോഴും പടച്ചോൻ തന്നെയാണല്ലോ കാണുന്നത്. ഇനി ഭാര്യ തിരിച്ചു ചിന്തിച്ചു നോക്കുകയാണെ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അൽഹംദുലില്ലാ നമ്മളോട് ഭയങ്കര റാഹത്തായി പെരുമാറി, നമ്മൾ വീട്ടിലില്ലാത്തൊരു സമയത്ത് അയൽക്കാർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ ഭാര്യയ്ക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ളത് എന്താ, അതെ മൂപ്പരോടൊരു കാര്യം പറഞ്ഞു ശരി, മൂപ്പര അഡ്ജസ്റ്റ് ചെയ്യണേ ഭയങ്കര പ്രശ്നമാണ്, എന്നാൽ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹം ശരിക്കും നിഷ്കളങ്കമാണോ? പടച്ചോന് വേണ്ടിയുള്ള സ്നേഹമാണോ? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണെങ്കിൽ അയൽവാസിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഭർത്താവിന്റെ നെഗറ്റീവ് പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഭർത്താവിനെ മോശമാക്കി സംസാരിക്കാൻ കഴിയുക? നമ്മൾ നിഷ്കളങ്കമായി സ്നേഹിക്കുക, പടച്ച റബ്ബിന് വേണ്ടിയാവുക നമ്മുടെ സ്നേഹം എന്നത്. ഇനി മക്കളുടെയും മാതാപിതാക്കളുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കല്ല, എന്നാലും ഒരു കാര്യം സൂചിപ്പിക്കാൻ. ഇന്ന് ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഈ ബേസ് അല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഓരോ മക്കളും അവരുടെ ഉമ്മാനി ഉപ്പാനി സ്നേഹിച്ചാൽ ലോകത്ത് മക്കളിൽ നിന്ന് ഏതെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്, പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഏറെ വൃത്തികേടുള്ളൊരു കാലമാണ്. നമുക്ക് ഇത്തരം ഒരു സദസ്സുകളിലൊക്കെ പരാമർശിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. സ്വന്തം പിതാവിനെ പേടിക്കേണ്ടി വരുന്ന മക്കൾ ജീവിക്കുന്ന കാലത്താണ്. സ്വന്തം ആൺമക്കളുടെ കാര്യത്തിൽ ഒരു ഭയത്തോടുകൂടി കണ്ട് ചാനലുകളുടെ മുന്നിൽ വന്ന് എൻ്റെ മകൻ എന്നെ ഈ കണ്ണോടുകൂടിയാണ് കാണുന്നത് എന്ന് പറയുന്ന ഉമ്മമാർ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നിടത്താണ് നിഷ്കളങ്കതയുണ്ടാകുക. ആ നിഷ്കളങ്ക സ്നേഹം മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം കൺകുളിർമ നൽകുന്ന സ്നേഹമായി മാറുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന 1-ാമത്തെ പാഠം, നമ്മളെല്ലാവരും നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ പടച്ചോന് വേണ്ടി സ്നേഹിക്കുന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുമെന്ന് തീരുമാനിച്ചാൽ ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാനാകും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അതിന്റെ സന്തോഷം നമുക്ക് കണ്ടെത്താനാകും.